ജില്ലാ കളക്ടർ എന്നാൽ 24 മണിക്കൂറും സേവന സന്നദ്ധനായി ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കൃത്യതയോടുകൂടി ജോലി ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥൻ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ IAS നേടിയവരുടെ ഏറ്റവും സ്വപ്നതുല്യമായ പദവി. ഇത്തരത്തിൽ പദവിയിലിരിക്കുന്ന തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജ് ആണ് കുഴിനക ചികിത്സയുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ OPയിൽ നല്ല തിരക്കുണ്ടായിരുന്ന സമയത്താണ് കളക്ടർ ജെറോമിക് ജോർജ് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുഴിനക ചികിത്സ നടത്തിയത്. ഇതിനെതിരെ ഡോക്ടർമാരുടെ സംഘടനയായ KGMO ആൾറെഡി പരാതിയുമായി എത്തിയിട്ടുണ്ട്. എന്നാൽ KGMOയ്ക്ക് പുറമെ തൊഴിലാളി സംഘടനകളും സർക്കാരിന് മുന്നിൽ പരാതിയുമായി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ എന്താണ് പറയുന്നത്? ചട്ടം 4(1) പ്രകാരം ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിനും ഇത്തരത്തിൽ ചികിത്സ തേടാം. സർക്കാർ ആശുപത്രി, ഡോക്ടറുടെ വസതി അല്ലെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടിംഗ് മുറി എന്നിവിടങ്ങളിലാണ് ചികിത്സ ലഭിക്കുക. എന്നാൽ ചട്ടം 8 പ്രകാരം വിവാദമായ വീട്ടിലെ ചികിത്സയെപ്പറ്റി പറയുകയാണെങ്കിൽ സർക്കാർ ആശുപത്രി സമീപത്തില്ലാത്ത അവസ്ഥയിൽ ഗുരുതരമായും അടിയന്തര വൈദ്യസഹായം വേണ്ടിവരുന്നതുമായ ഘട്ടത്തിൽ മാത്രമേ ഉദ്യോഗസ്ഥന് വീട്ടിൽ ചികിത്സ നൽകാൻ പറയുന്നുള്ളൂ. അതായത് കളക്ടർ കുഴിനകം പോലെയുള്ള ഒരു നിസ്സാര കാര്യത്തിന് OPയിൽ തിരക്കുണ്ടായിരുന്ന സമയത്ത് ഡോക്ടറെ വിളിച്ചു വരുത്തിയത് ചട്ടലംഘനമാണ് എന്ന് തന്നെയാണ് നിയമം നോക്കിയ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്നത്. ഈ വിഷയത്തെ നമുക്ക് 2 രീതിയിൽ വ്യാഖ്യാനം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിശകലനം ചെയ്യാൻ പറ്റും. കളക്ടറെ പോലെ 24 മണിക്കൂറും ജാഗരൂകമായി ജോലി ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥൻ, ഏതൊരു അടിയന്തര സാഹചര്യത്തിലും തൻ്റെ സാന്നിധ്യം ഓഫീസിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇടങ്ങളിലോ വേണ്ട ഉദ്യോഗസ്ഥന് ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ തേടുന്നതിൽ തെറ്റില്ല എന്ന ഒരു ന്യായം നമുക്ക് പറയാം. അതുപോലെ തന്നെ OPയിൽ തിരക്കുള്ള സമയത്ത് നിസ്സാരമായ രോഗത്തിന് വീട്ടിൽ വിളിച്ചു വരുത്തി ചികിത്സിച്ചതിലൂടെ സാധാരണക്കാരന് ചികിത്സ നിഷേധിക്കുന്ന തരത്തിൽ കളക്ടർ പ്രവർത്തിച്ചു എന്നും നമുക്ക് പറയാം. എന്നാൽ ഇതിൻ്റെ മറ്റൊരു തലം, സർക്കാർ സർവീസിലുള്ള എത്ര ഡോക്ടർമാരും നഴ്സുമാരുമുണ്ട് ജനങ്ങളോട് മാന്യമായി പെരുമാറുന്നത്, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത്? 100 ഡോക്ടർമാരെ എടുത്താൽ ഒരു 5 പേരെ കാണുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. OPയിൽ വരുന്ന സാധാരണക്കാരനായ ആൾക്കാരോട് വളരെ മോശമായി പെരുമാറുകയും കൃത്യമായി അവരുടെ രോഗവിവരങ്ങൾ പോലും കേൾക്കാൻ തയ്യാറാകാതെ ചികിത്സിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് മിക്ക സർക്കാർ ആശുപത്രിയിൽ നിലവിലുള്ളത്. സന്ധ്യാസമയത്തും ഒക്കെ കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികളോട് രോഗത്തിൻ്റെ അടിയന്തര സാഹചര്യം പോലും പരിഗണിക്കാതെ ക്രൂരമായി പെരുമാറുന്ന ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ? സാധാരണക്കാരായ ജനങ്ങളോടുള്ള മോശമായ പെരുമാറ്റത്തിൽ ധാരാളം വാർത്തകൾ വന്നിട്ടും KGMOയെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡോക്ടർമാരുടെ സംഘടനകളോ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു പത്രപ്രസ്താവന നടത്തിയിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇങ്ങനൊരു പ്രശ്നവുമായി വരുന്നത് അതിൻ്റെ വ്യംഗ്യം എന്താണ് എന്ന് RR ടോക്സിന് മനസ്സിലാകുന്നില്ല. RR ടോക്സ് ഉന്നയിക്കുന്ന ഈ 2 ചോദ്യങ്ങളും കേട്ടിട്ട് എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. കളക്ടർ ചികിത്സ തേടിയത് ശരിയാണോ? ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാർ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.